ഈ പോയിന്റിലോട്ട് ഞാൻ വരികയാണ്. ബീഹാറിന്റെ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിൽ ഈ ഡേറ്റ എപ്പിഡമിയോളജിക്കൽ അനാലിസിസിനുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നത്? കാരണം പേഴ്സൺ, പ്ലേസ്, ടൈം ഇത് മൂന്നുമാണല്ലോ എപ്പിഡമിയോളജിക്കൽ അനാലിസിസിന് വളരെ പ്രധാനമായിട്ടുള്ള ഡേറ്റ പോയിന്റ്സ്. അപ്പോൾ നമ്മൾ കോവിഡ് ഡാഷ്ബോർഡ് കേരള ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനെക്കുറിച്ച് വരുന്നത് എന്തുകൊണ്ട് ഗ്രാനുലർ ലെവലുള്ള ഡേറ്റ അവൈലബിൾ ആക്കുന്നില്ല? ഇത് ആരാണ് അനലൈസ് ചെയ്യുന്നത്? ഇത് ശാസ്ത്രീയ പഠനങ്ങളായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടോ? ആരാണ് അതിന്റെ ഇൻചാർജ് ആയിട്ടുള്ളത്? അപ്പം ഡോക്ടർ അഷീൽ അതിനെ കുറിച്ചൊന്ന് ചെറുതായി ക്ലാരിഫൈ ചെയ്യാമോ? എങ്ങനെയാണ് ഈ ഡേറ്റ സർവൈലൻസ് സിസ്റ്റം കെട്ടിപ്പടുത്തിരിക്കുന്നത്? വളരെ റെലവെന്റ് ആയിട്ട് ചോദ്യം. അതായത് നമ്മുടെ ഈ ഒരു പബ്ലിക് ഹെൽത്ത് റെസ്പോൺസിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇൻഫർമേഷൻ വളരെ ഡാറ്റ ഇൻഫർമേഷൻ എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് ലഭിക്കുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മള് ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ദ നിലവിലുള്ള സിറ്റുവേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിലവിലുള്ള കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ടേക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. അതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എല്ലാ ദിവസവും വാർത്താ സമ്മേളനം, ഒരു ഘട്ടത്തിൽ എല്ലാ ദിവസവും പ്രായോഗികമായിട്ട് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്ന രീതി അവലംബിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോട് പറയാനുള്ള സാധനങ്ങൾ ഒരു വശത്ത് പറയാം, അതേസമയം തന്നെ ഹൗ ദിസ് ഡാറ്റ ആക്ച്വലി കംസ് എന്നുള്ളത്. നമ്മളിപ്പം ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഇതിലെ നമ്മുടെ ശക്തമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ അൺലൈക്ക് വാട്ട് ഈസ് ഡൺ ഇൻ USA ഡാറ്റ എന്ന് പറയുന്നത് ടെസ്റ്റ് ആവുന്ന ആംഗിള് യു ഗോ ഫോർ ടെസ്റ്റിംഗ്, അതാണ് ഫസ്റ്റ്. യു ആർ ആക്ച്വലി സ്റ്റാർട്ട്സ് ബൈ ടെസ്റ്റിംഗ് എന്നുള്ളതാണ്. ബട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ പോപ്പുലേഷൻ ഈസ് സോ ഇന്റൻസ് ദാറ്റ് നമുക്ക് അത്ര പെട്ടെന്ന് ഇത്ര എല്ലാവരും ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യണം. കേരളത്തിൽ സർക്കാരിന്റെ ടെസ്റ്റ് ചെയ്യണം. യു കനോട്ട് ആക്ച്വലി പ്രൈവറ്റ് അല്ല, നമ്മുടെ ചികിത്സ എല്ലാം സർക്കാരിന് ചെയ്യേണ്ടതാ. ക്യാൻ യു ഇമാജിൻ ടെസ്റ്റിന് വേണ്ടി കേരള സർക്കാർ ചെലവഴിച്ചത് ഏകദേശം 350 crores ആണ്. അപ്പം ഞാൻ ഇതിലേക്ക് വന്നാല് അപ്പൊ നമ്മൾ എന്താ ചോദിച്ചാല് വാട്ട് വി ഡിഡ് ഈസ് നമ്മൾ ട്രേസ്, ക്വാറന്റൈൻ, ടെസ്റ്റ്, ഐസൊലേറ്റ്, ട്രീറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഫോർമുല. ട്രേസ്, ക്വാറന്റൈൻ, ടെസ്റ്റ്, ഐസൊലേറ്റ്, ട്രീറ്റ്. സോ ദ ഡാറ്റ ഇനീഷ്യലി കമ്മിങ് ഫ്രം, ആദ്യം നമ്മൾ തുടക്കത്തിൽ എങ്ങനെ വെച്ചാൽ ഇനീഷ്യലി വരുന്ന ആളുകൾ നമ്മുടെ കോവിഡ് ജാഗ്രത പോർട്ടലിൽ അവരുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്ഡേറ്റ് ചെയ്യുന്നവർ ഇവിടെ വരുന്നു, ഇവരെ ക്വാറന്റൈൻ ചെയ്യുന്നു. സോ there were 15 lakh people ഇനീഷ്യലി അങ്ങനെ തന്നെ ക്വാറന്റൈൻ ചെയ്ത ആൾക്കാർ, അതായത് യാത്രക്കാരായിട്ട് വന്നിട്ട് ക്വാറന്റൈൻ ചെയ്യപ്പെടാനാണ് 15 ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ അങ്ങനെ ക്വാറന്റൈൻ ചെയ്യുന്നു. That data is available with the district authority. Only those data which is relevant in that actually gets projected to the state level. For example, ഇതിന്റെ അകത്തുള്ള എത്ര കേസുകൾ പോസിറ്റീവ്. And at the same time there is another issue in that. We are not really interested in 15 lakh people who are in quarantine. Many of them would not have gone for testing. There's a logic behind that. We will always need to have a resource in the save. If I am positive and I come to a place 14 days in session, I am practically non-infective. So if I am asymptomatic ആണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 15 ദിവസത്തിന് ശേഷം ഞാൻ obviously when I am out of the quarantine, then I am practically there are few very small instances where അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ 16 ദിവസത്തിന് ശേഷം എനിക്ക് ഇൻഫെക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷത്തെ കേസ്. അതുകൊണ്ട് we would have missed lot of cases, asymptomatic cases in the quarantine, but that's okay. Then comes the data, only those data which are symptomatic and who are gone for testing actually gets projected to the state level. The rest data is kept to the district level itself. And once a patient gets positive, there are ipo namakkullathu ekadesham 1800 laboratory undu antigen test ulpadilla. Angane kitti kayinal the data primarily goes to the district surveillance officer of the district. So they know that എങ്ങനെയാണ് ഇവിടെ എത്ര കേസുകൾ അവരെ പഞ്ചായത്തിൽ അല്ല അവരുടെ ഡിസ്ട്രിക്റ്റിൽ എവിടെയൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അറിയാൻ സാധിക്കും. So they go for public health interventions. That's a primary level of doing that. Then at the state level we have 18 committees. നമുക്ക് 18 കമ്മിറ്റികളുണ്ട് looking at different aspects of this for laboratory diagnosis ന്റെ കാര്യത്തെ കുറിച്ചിട്ടും മെഡിക്കൽ ഗൈഡ്ലൈൻസിന്റെ കാര്യത്തെ കുറിച്ചാലും ഒരു ഭാഗം പ്ലാസ്മ തെറാപ്പി കുറിച്ച് നോക്കാനും എല്ലാം കൂടി 18 കമ്മിറ്റീസ്, ടോട്ടൽ 18 കമ്മിറ്റി ഉണ്ട്. There is a central medical board also which actually looks into the treatment guidelines. All those things are being looked after.
then there is an expert committee which actually looks into the data. നമ്മുടെ നിലവിലുള്ള ഡാറ്റ വെച്ച് നോക്കി ലഭ്യമാവുന്ന ഡാറ്റ പരിശോധിച്ച ശേഷം പോളിസി ഡയറക്ഷൻസ് ഗവൺമെന്റ് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി there is an expert committee. So this is the level. At the same time, medical കോളേജുകൾക്കകത്ത് നമ്മുടെ SDRMന്റെ ഭാഗമായിട്ട് we are actually conducting many studies അവിടെ conduct ചെയ്യുന്നുണ്ട്. But all these studies, അത് നമ്മൾ പറയുന്നല്ല, all what happens is that if you ask me whether adequate studies are done in Kerala, I will say no. Why? Because the study, നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, unlike many of the Western universities where there is a dedicated wing for actually looking into the studies, actually doing the studies, we are practically dealing with the epidemic on the same time we are actually doing the study also. മെഡിക്കൽ കോളേജുകൾ ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് തന്നെയാണ് ഈ ഡീൽ ചെയ്യേണ്ടതും, മെഡിക്കൽ കമ്മ്യൂണിറ്റി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് പഠിക്കേണ്ടതും, അവർ തന്നെയാണ് ഈ ഇതാക്കേണ്ടതും. So we are actually now we are depending on few external agencies to do an evaluation of what we have done in this. So but when you look at the COVID dashboard is just a reflection of overall things which the public need to know. If you are interested in the finer details, DHS ന്റെ അതിനകത്ത്, DHS ന്റെ വെബ്സൈറ്റിന്റെ അകത്ത്, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിന്റെ വെബ്സൈറ്റിന്റെ അകത്ത് മെഡിക്കൽ ബുള്ളറ്റിൻ എല്ലാ ദിവസവും ഇറങ്ങും. And further going, every week we actually publish the weekly report of data, and every month we publish something called death audit of cases. So that preventable deaths in the audit details publish. But ongoing long studies, other parallelly conduct that data is not really published as of now. There is a beautiful data which came out from Andhra Pradesh and Tamil Nadu which പഠിച്ച transmission dynamics നെ കുറിച്ച് ഡാറ്റ പഠിച്ചിരുന്നു. അതുപോലെ കേരളത്തിൽ നമ്മൾ ചെയ്തിട്ട് സ്ട്രെയിൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ സ്ട്രെയിൻസ് ആണ് ഇവിടെ prevalent ഉള്ള ഐഡന്റിഫൈ ചെയ്തിട്ട് കാലിക്കറ്റ് മെഡിക്കൽ ഇതിൽ പഠിച്ചിരുന്നു. There are much more data need to come, but at the same time what few people does in a mistake is that many in the primary our evaluation should be on the responses and rather than going to the finer details of virology part, because adile cheyna karyam ennu vechal if you look at the literature available per day on COVID-19, we can actually come out with a branch of medical science called covidology. അത്രയും ഒരു PG ചെയ്യേണ്ട സാധനം ഉണ്ട് അതിനെ കുറിച്ചിട്ട്, കോവിഡിനെ കുറിച്ചിട്ട് മാത്രം. അപ്പം അത്ര അതിമാത്രമാണ് സ്റ്റഡീസ് വരുന്നത്. So but what happens many places, you actually try to reinvent the wheel. For example, what are the common symptoms of COVID-19? This is the most common study which happens almost every part. There are relevance in that because that can be different in different parts, but you don't expect that to be different in the same population with all other features of same. You need not reinvent the wheel. So that അതുകൊണ്ടാണ് നമ്മൾ ഒരു മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും at the central medical board will be advising on which areas need to be studied upon, and that will be done by the medical college. So that's the way data is managed and the studies are managed in Kerala. ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ കൂടി അതിനെ ബന്ധപ്പെട്ട് ചോദിച്ചോട്ടെ. മെഡിക്കൽ കോളേജുകൾക്ക് ഉപരിയായിട്ട് അല്ലാതെ ലെറ്റ്സ് സേ ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്സ് നോക്കുന്നുണ്ടോ, അതോ അത് ഇൻ ദ വർക്ക്സ് ആണോ? അതെ, ഈ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ അനുഭവം അത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും. അതായത് കേരളത്തില് മറ്റു സ്ഥലങ്ങൾ പോലെയല്ല. നമ്മൾ എന്ത് ഡാറ്റ തൊട്ടാലും അപ്പം ഡാറ്റ സെക്യൂരിറ്റിയും ഈ പ്രശ്നവും ഡാറ്റ വിൽക്കുന്നതും കുഴപ്പം കുലുമാലായിരിക്കും എന്നുള്ള ഇവിടെ ഈ നാട്ടിന്റെ ഒരു പ്രത്യേകത. കാരണം എന്തിനാണെന്നോ ഇപ്പൊ നമ്മളൊരു കാര്യം കിരൺ എന്നുള്ള സ്റ്റഡി ഉണ്ടല്ലോ, ബേസിക്കലി മെക്മാസ്റ്റർ യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നുകൊണ്ട് നേരത്തെ നടത്തിയിരുന്ന ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ കിരൺ എന്നുള്ള പരിപാടി നടത്തുന്നത്. പക്ഷെ കേരളത്തിൽ എങ്ങനെ വെച്ച ചില കാര്യങ്ങൾ കേരളത്തിൽ കുറെ സാധനങ്ങളുടെ ചില ക്ലീശ സാധനങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ പറഞ്ഞ ഡാറ്റ വിൽക്കുന്നു, ഈ ഡാറ്റ കിട്ടിയിട്ട് എന്ത് കൊടുത്താനാന്നുള്ള കാര്യമാണ് മറ്റൊരു കാര്യം. അത് ആർക്ക് എന്തിനാണ് ഈ ഡാറ്റ എന്നുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ എന്ത് ഡാറ്റയാണ് നമ്മളെ കുറിച്ച് അവൈലബിൾ അല്ലാത്തത്, ഏത് സാധനമാണ് അവൈലബിൾ അല്ലാത്തത്, അതാണ് ഒരു കാര്യം. കേരളത്തിൽ ഇപ്പൊ നമ്മൾ സ്പ്രിംഗ്ലർ വിവാദം ഉണ്ട്, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഇതൊന്നും സർക്കാരിന്റെ നേരത്തെ പറഞ്ഞ പോലെ ജീന പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും സർക്കാരിന്റെ ഔദ്യോഗിക വേർഷൻ അല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് ഡോക്ടർ മുഹമ്മദ് ചെയ്യുന്ന രീതിയിൽ മാത്രം ഈ സ്പോട്ടി പറയുന്നത്. അപ്പം സ്പ്രിംഗ്ലറിന്റെ ബന്ധമാണ് ഈ വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം അമേരിക്കയിലെ മസാച്യുസെറ്റ്സിൽ ഇപ്പൊ അവിടുത്തെ നല്ല ഇതുണ്ട് കേട്ടാ, നിങ്ങൾ അറിയായിരിക്കും, യു മസ്റ്റ് ബി നോയിങ് ദാറ്റ് CDC-ലിട്ട് വന്നാൽ അറിയായിരിക്കും. ഓൾ യുവർ ഗൂഗിൾ ഡാറ്റ ഓഫ് ഗൂഗിൾ ഇതിന്റെ നമ്മുടെ ഗൂഗിൾ സ്പേസ് ഡാറ്റ, ആ ഡാറ്റ GPS-ന്റെ ഡാറ്റ കഴിഞ്ഞ 6 മാസത്തെ GPS ഡാറ്റ
which is actually been taken by the ഇത് അവരെന്നെ ഓഫർ ചെയ്താണല്ലോ, ഗൂഗിൾ ഇങ്ങോട്ട് ഓഫർ ചെയ്താണല്ലോ. I think it's called CDC is also involved in that, അല്ലേ? അപ്പൊ അതിന്റെ അകത്ത് they know that where your footfall comes. നിങ്ങൾ എവിടെയൊക്കെ കഴിഞ്ഞ നാളുകളിൽ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് യു ഡോണ്ട് ഹാവ് ടു നമ്മുടെ ഇവിടെ ആരോഗ്യ സേതു വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാറ്റ വെച്ചിട്ടോ നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. കേരളത്തില് നമ്മൾ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് COVID-19 പേഷ്യന്റ് ടവർ ലൊക്കേഷൻ നോക്കൂന്ന് പറഞ്ഞപ്പോ അത് ഒരാഴ്ച പ്രൈം ടൈം ചർച്ചയായിരുന്നു. അത് വേറെ കാര്യം. അതാണ് നമ്മുടെ നാട്. കാരണം ബേസിക്കലി അത് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ തന്നെ പറയാം, for coming to the specific question you have asked, കേരളത്തില് സ്റ്റഡി ചെയ്യുക എന്ന് പറയുന്നത് മറ്റു സ്ഥലങ്ങളിൽ സ്റ്റഡി ചെയ്യുന്ന പോലെ എളുപ്പമല്ല എന്നാണ് ഇതായിട്ട് പറഞ്ഞത്. ബട്ട് വി ആർ ആക്ച്വലി ഗെറ്റിംഗ് ഇൻ ടു ഡീറ്റെയിൽസ്. അതിപ്പം നമ്മൾ വി ആർ ട്രൈങ് ടു ഹാവ് എ ലിങ്കേജ് വിത്ത് യൂണിവേഴ്സിറ്റീസ്, ബട്ട് ദർ വിൽ ബി പ്രോപ്പർ കൺസൾട്ടേഷൻസ്. അതിനകത്ത് എല്ലാ സാധനങ്ങളും എൻഷുർ ചെയ്തിട്ട് ഡാറ്റ സെക്യൂരിറ്റിയും എല്ലാം എൻഷുർ ചെയ്തിട്ട് മാത്രമാണ് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പൊ അതിന്റെ ഒരു കാലതാമസം മറ്റ് many universities are actually coming to have and interested in making partnership with Kerala in doing a study, and many type of studies in ആൾക്കാർക്ക് interested ആണ്. But we are extra cautious as of now. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് മാത്രമല്ലല്ലോ ഇതിൽ വർക്ക് ചെയ്യുന്നത്, കുറെ കാര്യങ്ങൾ ഫാക്ടേഴ്സ് വർക്ക് ചെയ്യാലോ. ബേസിക്കലി ആളുകൾക്ക് പേടി ഉണ്ടാവുകയും, അതാണ് ഒരു ബേസിക് കാര്യം. ഉദ്യോഗസ്ഥരായി കഴിഞ്ഞാലും എല്ലാവർക്കും ഇതിന്റെ അകത്തൊരു ഒരു പേടി ഒക്കെ ഫാക്ടർ അതിന്റെ അകത്ത് വരുന്ന പറഞ്ഞാല് തിങ്സ് ഗെറ്റ് വളരെ ഔട്ട് ഓഫ് ബോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻസ് കിട്ടാൻ വരാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ്സ് വൈ വി ആർ ബീയിങ് എക്സ്ട്രാ കോഷ്യസ്.